ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സ്ട്രൈക്കറായ ഇഗോർ തിയാഗോ ഇപ്പോൾ ബ്രെൻഫോർഡിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഇന്നലെ സണ്ടർലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ 2 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനു മുന്നേ എവേർട്ടനെതിരെയുള്ള മത്സരത്തിൽ ഇഗോർ തിയാഗോ ഹാട്രിക് പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 16 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. നിലവിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം അത് ഇഗോർ തിയാഗോയാണ്. മാത്രമല്ല, പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരം എന്ന റെക്കോർഡ് ഇഗോർ തിയാഗോ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട്. റോബർട്ടോ ഫിർമിനോ, കുഞ്ഞ, അതുപോലെ തന്നെ മാർട്ടിനെല്ലി എന്നിവരുടെ റെക്കോർഡുകളാണ് ഇഗോർ തിയാഗോ ഇപ്പോൾ തകർത്തിട്ടുള്ളത്. ഇങ്ങനെ മികച്ച ഫോമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ പല വമ്പൻ ക്ലബ്ബുകൾക്കും ഇദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു റൂമർ ESPN ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് പ്രീമിയർ ലീഗിലെ പല വമ്പൻ ക്ലബ്ബുകളും രംഗത്ത് വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ടോട്ടൻഹാം, ഇതുവരെ ഈ 3 ക്ലബ്ബുകളാണ് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു വലിയ തുക താരത്തിന് വേണ്ടി മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് 70 മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ലഭിക്കണം എന്നാണ് ബ്രെൻഫോർഡിന്റെ ഒരു ആവശ്യമായി വരുന്നത്. ഏതായാലും ഈ സീസണിന് ശേഷം വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇഗോർ തിയാഗോക്ക് വേണ്ടി ഒരു ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് നല്ല ഒരു നമ്പർ 9 സ്ട്രൈക്കറുടെ അഭാവം ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനകത്തുണ്ട്. അത് പരിഹരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് ഇഗോർ തിയാഗോ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.